ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഉണ്ണിയപ്പത്തിൽ എന്ത് വെറൈറ്റി എന്നാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നതെങ്കിൽ, ഈ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാലും റവയും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഇരിക്കും തോറും നന്നായിട്ട് ടേസ്റ്റ് കൂടുന്ന ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഉണ്ണിയപ്പം എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കണേന്ന് വീഡിയോയിൽ പോയി നോക്കാം. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആ 1 കപ്പ് റവയുടെ കൂട്ടത്തിൽ അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ റവയും പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തെടുത്ത റവയുടെയും പാലിന്റെയും ഈ മിക്സ്ചറിനെ നമുക്കൊന്നിവിടെ അടച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി വേണ്ടത്, നമുക്ക് ഒരു പാത്രം എടുത്ത് ഞാൻ അതിനകത്തേക്ക് 1/4 കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര നമുക്കൊന്ന് ശർക്കര പാനിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് ശർക്കര പാനിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ശർക്കര പൊടി ആയതുകൊണ്ട് ഇതിനകത്ത് അധികം തരി ഒന്നും കാണത്തില്ല, എന്നാലും നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ ശർക്കരപ്പാനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ആറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയൊക്കെ നമുക്ക് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ തേങ്ങ നന്നായിട്ട് നെയ്യിൽ ഇപ്പതേ നന്നായിട്ട് തന്നെ ഇവിടെ വറന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ തീ ഒന്ന് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് കേട്ടോ. അപ്പൊ അതും കൂടെ നന്നായിട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പഴം എടുക്കാം, നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് പഴമാണ് ഞാൻ എടുത്തത്. അത് നമുക്കൊരു മിക്സിയിലേക്ക് ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് കുറച്ച് അളവില് ഒരു 1/4 ടീസ്പൂൺ അളവില് ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനെ ഇപ്പൊ നന്നായിട്ട് അരച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്തെ നമുക്ക് നമ്മുടെ റവയുടെയും പാലിന്റെയും മിക്സ് നന്നായിട്ട് ഇവിടെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെയും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിൽ നിന്ന് ഒരു 1/4 ഭാഗം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇത് നമ്മൾ ഇതിനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഒന്നൊരു ബൗളിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാവേ. അപ്പൊ അരച്ചെടുത്ത മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച എള്ളും ആ തേങ്ങയും ഉണ്ടല്ലോ, അതും കൂടി ഈ മിക്സറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മിക്സറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിനെ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് അപ്പൊ നമ്മുടെ ആ ബാക്കിയിരിക്കുന്ന കുറച്ച് ശർക്കരയുടെ ആ ഒരു പാനി ഉണ്ടല്ലോ, അതിനകത്തൊന്ന് കുറച്ചും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മാവ് റവ ആയതുകൊണ്ട് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ശർക്കര പാനി മാറ്റി വെച്ചേക്കുന്നത്. ഇതിരിക്കും തോറും ഈ മാവ് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കയറി കൊണ്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചിലരൊക്കെ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും. എനിക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ കൊണ്ട് തന്നെയാണ് കുറേശ്ശെ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഒന്ന് അടുത്ത സൈഡിലേക്കും കൂടെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിലും ഒന്ന്
നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം നല്ല 2 സൈഡും മുരിഞ്ഞ് നല്ല സെറ്റായിട്ടൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റി എടുക്കാം കേട്ടോ. അതേ നോക്ക്, നല്ല സൂപ്പർ ആയിട്ടുള്ള ഉണ്ണിയപ്പമായിട്ടാണ് ഇതിവിടെ വന്നേക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഉണ്ണിയപ്പമൊക്കെ ഞാനിവിടെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെയും ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒഴിച്ച് ഉണ്ണിയപ്പം വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഉണ്ണിയപ്പം ഒക്കെ റെഡിയായി വരുന്ന സമയത്തെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതിനകത്ത് റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ഫുള്ള് ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പം, ഇത് നല്ലതായിട്ട് മുരിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമായിട്ടാണ് കേട്ടോ ഇത് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.